അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ദാണ്ട് ഈ കാണുന്നത് നമ്മുടെ നിസാമുക്കയാണ്, ഇത് മനാഫിക്ക, ദാണ്ട് ഈ കാണുന്ന വ്യക്തിയാണ് സജാദിക്ക. അപ്പോൾ നമ്മൾ ഇത്രയും പേരും കൂടെ ചേർന്നിട്ടാണ് യാത്ര തിരിച്ചത്. യാത്രയിൽ പലതരത്തിലുള്ള വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് യാത്ര ചെയ്തത് അജ്മീറിലേക്കാണ്. അജ്മീറിൽ അദ്ദേഹത്തിൻ്റെ ഹാജ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നമ്മൾ ഖബർസ്ഥാനിലേക്കാണെന്നൊരു തീർത്ഥാടനം പോലുള്ള യാത്രയാണ്. ഒരുപാട് പേരും അങ്ങനെ കയറി തന്നെയാണ് വരുന്നത്. ഇത് വെള്ളിയാഴ്ച അവിടെ ഞങ്ങളെത്തിയ വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ച നമസ്കരിക്കാനായിട്ട് ആൾക്കാർ ഒളുവൊക്കെ എടുക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ കാണുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് അവിടുത്തെ കാര്യങ്ങൾ നിസാമുക്കയോട് പുള്ളി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് വ്യാഴാഴ്ച രാത്രിയിൽ ഞാനെടുത്ത ദൃശ്യമാണ്. ദൂരെ കാണുന്ന ലൈറ്റ് വെട്ടമുള്ള സ്ഥലമാണ് നമ്മൾ പോകേണ്ട സ്ഥലം. വല്ലാത്തൊരു പീസ് അന്തരീക്ഷമാണ്. സന്തോഷമുള്ളവരും സങ്കടമുള്ളവരും പ്രയാസമുള്ളവരും ഒക്കെ വരാറുണ്ട്. വന്ന് വല്ലാത്തൊരു എന്താ പറയുന്നത്, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഇവിടെ. ചെറിയ ഒരു സംഗീത ഉപകരണം പോലെ നമ്മുടെ ഇതില്ലേ, എന്താണ് പറയുക, ഈ ഗസൽ പാടുന്ന ഒരു സെക്ഷൻ വേറെ, അതുപോലെ തന്നെ മതപ്രഭാഷണം നടത്തുന്ന ആൾക്കാർ വേറെ. ഇത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അല്ല, എല്ലാവരും വരാറുണ്ട്. ഇത് വ്യാഴാഴ്ച രാത്രിയിൽ വന്ന ആൾക്കാർ അവിടെ സ്റ്റേ അടിച്ച് കിടന്നുറങ്ങുന്ന ദൃശ്യമാണ്. നമ്മൾ ഈ കാണാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതായത് കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ആഹാരം പാചകം ചെയ്യുന്ന ഒരു പാത്രമാണ്. ഇത് എത്രയോ ടൺ കണക്കിന് അരിയാണ് ഇതിൽ ഒരു ദിവസം 2 പ്രാവശ്യമാണ് വേവിക്കുക, രാവിലെയും വൈകുന്നേരവും. ഒരു തരം ചുമന്ന കഞ്ഞിയാണ്, മധുരമുള്ള കഞ്ഞിയാണ് ഇവർ ഉണ്ടാക്കുക. ഇതിപ്പോൾ രാവിലെ പാചകം ചെയ്തിട്ടേക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. അപ്പം ഇത് നിറയ്ക്കണമെങ്കിൽ തന്നെ എത്രയോ ടൺ അരി വേണം. അത് വലിയ ഇവിടുത്തെ ഉത്സവങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഫങ്ഷൻസിൽ മാത്രമേ ഇത് നിറച്ച് വെക്കാറുള്ളൂ. അല്ലാത്തപ്പോൾ ഒരു മീഡിയം ലെവലിൽ വെക്കുക. എല്ലാ ആൾക്കാരും ഇതിൻ്റെ മണ്ടയിലേക്ക് കയറണം. നമ്മൾ 7, 8, 10 പടി കയറി വേണം ഈ പാത്രത്തിൻ്റെ മുകൾ കാണാൻ വരാനായിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഇതിൻ്റെ മുകൾ ഭാഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് ചൂട് ഇങ്ങനെ പൊങ്ങാണ്. ഇത് മനാഫാക്കയും ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരിക ഞങ്ങൾക്ക്, ഇന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് നല്ല രീതിയിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്, മോശമുണ്ട്. അപ്പോൾ മോശം കാര്യങ്ങളെ നമ്മൾ നോക്കണ്ട, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് സജാദാക്കയും മനാഫാക്കയും നമുക്ക് കുറേ ക്ലാസ് എടുത്ത് തരികയാണ്. കാരണം പൈസയ്ക്കായിട്ട് കുറേ ആൾക്കാരങ്ങനെ മോശം പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. നമ്മൾ എന്തിനാണോ വന്നത് അതൊക്കെ സ്ഥലങ്ങൾ കാണുക, ഇവിടുന്ന് പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ മനാഫക്കായും സജാദാക്കായൊക്കെ പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ബാക്കിൽ കൂടെ വന്നിട്ട് എല്ലാവരും വീഡിയോ പകർത്തിയാണ്. പിന്നെ എന്താ പറയുന്നത്, ഒരുപാട് നമുക്ക് കുറേ നേരം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ അടുത്ത് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. കാരണം വല്ലാത്തൊരു മനസ്സിന് ശാന്തി കിട്ടുന്നൊരു ഇടമാണ്. കാരണം വഴക്കോ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഒരു കാമാൻ കോയറ്റിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന, ഹിന്ദു ആയിക്കോട്ടെ ഏത് മതസ്ഥരായിക്കോട്ടെ, ഒരു പ്രാർത്ഥിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ ഖബർസ്ഥാനുള്ള അദ്ദേഹത്തിൻ്റെ മഹാജ എന്ന് പറയുന്ന മഹാൻ്റെ നമ്മൾ യൂട്യൂബിലും മറ്റും തിരഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്. അതായത് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ നിന്നിട്ട് പോകാറുണ്ട്. ഇത് ഞാൻ അവിടുത്തെ ഓരോ ദൃശ്യങ്ങളാണ്. പലതരത്തിലുള്ള ആൾക്ക് ഇതിപ്പോൾ ആളുകൾ കുറഞ്ഞ സമയമുണ്ട്. രാവിലെ ഒരു സുബഹി എന്ന് പറഞ്ഞാൽ രാവിലെ 5:45, 6 മണി സമയമാണിത്. അതുകൊണ്ട് ഇവിടെ ആൾ ഇത്ര കുറവാണ്. പക്ഷേ ഇവിടെ ആൾ വരുന്ന സമയമുണ്ട്. രാവിലെ ഒരു 10 മണി അല്ലെങ്കിൽ 8 മണി അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. രാവിലെ ഒരു 8 മണി 9 മണി മുതൽ രാത്രി ഒരു 12, 1 മണി വരെ താണ്ട് ഈ കാണും തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നടന്നു നീങ്ങാൻ പറ്റത്തില്ല, അത്ര ആൾക്കാർ. പല തരത്തിലുള്ള കച്ചവടക്കാരും കാണും. ടൂറിസ്റ്റുകളെ കരുതി വരുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ ഈ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരുണ്ടാവും. പലതരത്തിലുള്ള കച്ചവടക്കാരാണ്. തൊപ്പികൾ, പർദ്ദകൾ, അങ്ങനെ പലതരത്തിലുള്ള കച്ചവടക്കാർ ഇഷ്ടം പോലെ, അതുപോലെ ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിൽ നല്ല ആൾക്കാരുമുണ്ട്, മോശം ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ മോശം ആൾക്കാരെ ഒഴിവാക്കുക, നല്ല കാര്യം മാത്രം നോക്കുക എന്നാണ് എനിക്ക് തന്ന ഡയറക്ഷൻ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോവുക. തറയെ ഫുള്ള് ഗ്രാനൈറ്റാണ്. നമുക്ക് വെയിലത്തൊന്നും വളരെ ചൂടിക്കില്ല. ഇത് നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന ട്രെയിനിലാണ് ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്തത്. അപ്പോൾ അതിന് ഇടയ്ക്ക് ഞാൻ ദൃശ്യങ്ങളോട് ആഡ് ചെയ്തതാണ്. റൂട്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ട്രെയിനിൻ്റെ പോകുന്നതിൻ്റെ. അപ്പോൾ നമ്മളവിടെ പോയി റൂം എടുത്തിട്ട് തിരിച്ച് അജ്മീറിലേക്ക് നടന്ന് രാത്രി അങ്ങോട്ട് പോകുന്ന ദൃശ്യങ്ങളായി കാണും നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് അവിടുന്ന് ജ്യൂസുകളും കാര്യങ്ങളൊക്കെ കുടിച്ചായിരുന്നു ഈ പോകുന്ന വഴിയൊക്കെ. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം പലതരത്തിലുള്ള കച്ചവടക്കാരും ഉണ്ട്, മോഷണക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു.
ഇത് ഞങ്ങൾ അറിയാമല്ലോ, എവിടെ പോയാലും എന്തെങ്കിലും കഴിക്കും വെറൈറ്റി ആയിട്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഫുഡാണിത്, ഗ്രില്ല് ചെയ്ത ഫുഡാണ്. നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയും അത് വെച്ച് റോള് പോലെ നമ്മൾ ഷവർമ പോലെ ഉണ്ടാക്കി തരിക ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, വീണ്ടും കാണാം.